ഹായ് ഹലോ എം ജെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് ഹൈബ്രോസ് അതായത് പുരികം എങ്ങനെ ഷേപ്പ് ചെയ്യാം, അതായത് സിമ്പിളായിട്ട് നമുക്ക് ഒട്ടും വേദനയില്ലാതെ എങ്ങനെ പുരികം എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പുതിയ ചാനലാണിത്. നമ്മുടെ പഴയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും നമ്മൾക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഇടുന്നത് നമ്മുടെ പുതിയ ചാനലിലാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോഴാണ് ആ നൂല് ജസ്റ്റ് ഒന്ന് നമ്മൾ നനച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ഒട്ടും വേദനയില്ലാതെ തന്നെ നമുക്ക് പുരികം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് നനച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ടിഷ്യൂ വെച്ച് ജസ്റ്റ് ആ വെള്ളം ഒന്ന് തുടച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക എന്ന് വെച്ചാൽ അതിലെ നമ്മുടെ മുഖത്ത് വെള്ളം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നൂലൊന്നും നനയുക എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആയിട്ടിരിക്കുന്നവരുടെ സ്കിന്നൊക്കെ ആണെങ്കിൽ വേഗം പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവർക്ക് ഒട്ടും വേദനയില്ലാതെ നമുക്ക് പിരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ പിരികം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഭാഗം നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കുക. മുകൾഭാഗവും അടിഭാഗവും നമ്മൾ നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നല്ല ഷേപ്പിൽ നമുക്ക് പിരികം എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഏത് രീതിയിൽ ഈ ഫേസിന് എങ്ങനെയാണ് ഷേപ്പ് വേണ്ടത് എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പിരികം എടുക്കാൻ തുടങ്ങാവൂ. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പിരികം എടുക്കാവൂ. നമ്മൾ ആദ്യമായിട്ടൊക്കെ പിരിവെടുക്കുന്നവരാണെങ്കിൽ ഒട്ടും തിക്നെസ് കുറയാതെ തന്നെ നമ്മൾ ആദ്യം പിരിവെടുത്ത് എടുക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് നമുക്ക് വെച്ച് ചേർക്കാൻ പറ്റുകയില്ല. നമ്മൾ അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ തന്നെ പിരിവ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് അവർക്ക് അത് ഓക്കെ ആണോ അല്ലയോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ തിക്നെസ് കുറയ്ക്കാവൂ. നമ്മുടെ ഹൈബ്രോസിൻ്റെ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഈ ഒരു ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പിരിവ് എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. സ്കിന്നിൽ മുറിയാതെ തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വർക്കുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ചെറിയ ഷോപ്പിലെ വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതെനിക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു.
ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ലൂസായി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സ്കിൻ ലൂസാണോ എന്ന് നമ്മൾ മുകൾ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളത് സ്കിന്നിൽ നമ്മുടെ കൂടെ ആ നൂലിൻ്റെ കൂടെ തന്നെ പോരും. അതുകൊണ്ട് അവിടെ നമ്മൾ ടൈറ്റായിട്ട് പിടിക്കാൻ ശ്രമിക്കുക. സ്കിന്ന് ടൈറ്റാണെങ്കിൽ നമുക്കവിടെ കൈകൊണ്ട് പിടിച്ച് ടൈറ്റാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ലൂസായിട്ട് സ്കിന്നുണ്ടെങ്കിൽ നമ്മളവിടെ അവരോട് ടൈറ്റ് ചെയ്ത് തന്നെ പിടിക്കാൻ പറയണം. നമ്മുടെ മുഖത്ത് ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്ന ഒന്നാണ് നമ്മുടെ പിരികം. അപ്പോൾ അതിനെ എത്രമാത്രം നമ്മൾ ഷേപ്പിലെടുക്കാൻ പറ്റും അത്രയും തന്നെ. അപ്പോൾ നമ്മൾ പിരികം എടുത്തതിന് ശേഷം ഒരു മസാജിങ് ക്രീം എടുത്ത് നമ്മളവരുടെ പിരികം എടുത്ത ഭാഗത്ത് നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ അവർക്ക് ഒട്ടും വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേദന എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വേദന ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഒരു റിലാക്സിങ് അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത്. ഓക്കെ, ബൈ.